വിനു സാറേ, ഇന്നും ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകിയല്ലേ? ഒന്നും പറയണ്ടമ്മേ, ഇന്ന് എന്തൊരു തിരക്കായിരുന്നു. നിന്ന് തിരിയാൻ നേരം കിട്ടിയിട്ടില്ല. എല്ലാവരുടെയും വിചാരം ഒരു IT പ്രൊഫഷണൽ ആവാന്ന് പറഞ്ഞ എന്തോ വലിയ സംഭവമാണോ. ഞങ്ങളുടെ വർക്ക് ലോഡും സ്ട്രെസ്സും ഞങ്ങൾക്കല്ലേ അറിയൂ. പിന്നെ ആക്ച്വലി ഇറ്റ്സ് എ റൗണ്ട് ദ ക്ലോക്ക് ജോബ്. സത്യത്തിൽ നിന്നെ സമ്മതിക്കണം. ഒരു 10-14 മണിക്കൂറൊക്കെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ അങ്ങനെ ഒറ്റ ഇരിപ്പിരിക്കാന്നൊക്കെ പറഞ്ഞ ഇവന്റെ കാര്യം കഷ്ടമാണ്. ഈ നമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. വിനു, ഞാൻ നിന്റെ കമ്പനി വർക്ക്സ് മാനേജറോട് ചോദിച്ചു, നിന്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ കാർഡേ നീ മെഷീനിൽ കയറ്റി വലിച്ചത് വൈകിട്ട് 5:10 ഞാൻ അറിഞ്ഞത്. എവിടെയായിരുന്നു ഇതുവരെ? അമ്മ, എന്താ ഇൻവെസ്റ്റിഗേഷൻ? നിന്റെ അമ്മയല്ലടാ. അതെ, ഈ തീവ്രവാദിയുടെ ആക്ടിവിറ്റീസ് ഒന്ന് അന്വേഷിക്കണേ. ഇഷ്ടം പോലെ ആ വീട്ടില് വരവും പോക്കും. ടെൻഷൻ അടിക്കണ്ടമ്മ, അവന്റെ പ്രായം അതല്ലേ, അവൻ കുറച്ച് എൻജോയ് ചെയ്തോട്ടെ. ഓർമ്മയുണ്ടല്ലോ എഞ്ചിനീയറിംഗ് കോളേജിൽ അവൻ പഠിക്കാൻ നടന്നത്? അന്നും എൻജോയ് ചെയ്യായിരുന്നല്ലോ. ഞാൻ അറിയാതെ അവന് കൂടുതൽ പൈസ അയച്ചു കൊടുത്ത് അവന് വളം വെച്ചത് നീയാ. ഒടുവിൽ സസ്പെൻഷനും കഞ്ചാവ് വിൽപ്പനക്കാരെന്നുള്ള ദുഷ്പേരും. അമ്മ എന്തിനാ എപ്പോഴും അത് പറഞ്ഞവനെ കുത്തുന്നത്? ഹേയ്, യു ടേക്ക് ഇറ്റ് ഈസി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇത് കേട്ട് കേട്ട് ശീലമായി. എന്തിനാ അമ്മ വെറുതെ അവനെ? ആദ്യം കൊണ്ടാ മക്കളെ. ഇനി അതോർത്ത് അമ്മ പ്രഷർ കേട്ടണ്ട. അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോടാ, ഒരു ചേട്ടനും അനിയനും. ലക്ഷ്മണൻ വില്ലും അമ്പു ധരിച്ചതെന്തിങ്കേ രക്ഷിച്ചു നമ്മ ഗുഹനോടുകൂടവേ ലക്ഷ്മീപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും ലക്ഷ്മിയിലേ കിടക്കുന്നതു കണ്ടതീത ദുഃഖം കലർന്നു ബാഷ്പാകുലനായ ഭഗവാനെ. രാമ രാമ. നമസ്കാരം. അല്ല, ആരാത്? വക്കച്ചനോ? കണ്ടിട്ട് 4-5 വർഷമായല്ലേ? 5 കഴിഞ്ഞമ്മച്ചി. എന്നെ ഇട്ട് കറക്കല്ലായിരുന്നോ വയനാടും കാസർഗോഡുമായിട്ട്? ചിലവന്മാര് വൈരാഗ്യം തീർത്തതാ. ഭാര്യയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഓ, അങ്ങനെ തട്ടിമുട്ടിയും പോകുന്നു അമ്മച്ചി. അതെന്താ വക്കച്ച പറയുമ്പോ ഒരു വലിച്ചില്? അവള് കാഞ്ഞിരപ്പള്ളിക്കാരിയല്ലേ അമ്മച്ചി? ഒരു തരം റബ്ബർ പോലത്തെ സ്വഭാവ. അപ്പോ ഇടയ്ക്ക് എനിക്കൊരു വലിച്ചില് തോന്നും. സാറിന് ഞാൻ പണ്ടൊരു ആലോചന കൊണ്ടുവന്നില്ലായിരുന്നോ? തൃക്കൊടുത്താനത്തെ പേര് കേട്ടൊരു കുടുംബത്തിൽ നിന്നായിരുന്നു. നടന്നില്ല അല്ലയോ? ഓ, അദ്ദേഹത്തിന് കല്യാണമേ വേണ്ടല്ലോ, ജീവിതം പോലീസിന് സമർപ്പിച്ചിരിക്കുകയല്ലേ? നേരാ. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കാക്കിയിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ. എന്നാ ബദ്ധശ്രദ്ധയാന്നോ ഡ്യൂട്ടിയില്? ഉള്ളത് പറയാമല്ലോ അമ്മച്ചി, പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാ അത് അദ്ദേഹം തന്നെയാ. ബാക്കിയുള്ളവരെല്ലാം 3 പടി താഴെയാ. എന്ന് വെച്ച് എനിക്കൊരു പേരക്കുട്ടിയെ ലാളിക്കണം തോന്നുമ്പോ ഒരു ലാത്തി എടുത്ത് മടിയിൽ വെക്കാൻ പറ്റുമോ? എല്ലാത്തിനും ഒരു യോഗം വേണം. ആർക്കാമേ യോഗം ഇല്ലാത്തത്? ഞാനൊന്നും പറഞ്ഞില്ലേ. അല്ല, അമ്മ വക്കച്ചന് കാപ്പിയൊന്നും കൊടുത്തില്ലേ? അയ്യോ, സംസാരത്തിന്റെ ഇടയിൽ വേണ്ട, ഞാൻ ഇച്ചിരി ഹോമിയോ ചികിത്സയില. കാപ്പിയും ചായ ഒന്നും വേണ്ട. എന്താ അസുഖം? പുറത്ത് പറയാൻ കൊള്ളത്തില്ല. ആഞ്ഞ പയൽസ. അയ്യേ. പിന്നെന്തൊക്കെയായി വക്കച്ചൻ? അത് പിന്നെ ഞാൻ ചേട്ടാ, ഐ വാണ്ട് സം മണി. എനിക്കൊരു 3000 രൂപ വേണം. ഡാടാ, 10-30,000 രൂപ മാസശമ്പളം വാങ്ങുന്നവനല്ലേ നീ? എന്തിനാടാ എന്നെ ഇങ്ങനെ ഊറ്റുന്നത്? സോറി, ഞാൻ പറഞ്ഞില്ലേ ഈ വർഷമെങ്കിലും സ്റ്റേറ്റ്സിലേക്ക് കിടക്കണം. ഒരു സെമിനാർ ഉണ്ട് ഓൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഡാം എക്സ്പെൻസീവ്. യു ഗോട്ട് ടു ഹെൽപ് മീ മാൻ. യാ, താങ്ക്സ് ബഡി. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അമേരിക്കയിൽ ലാൻഡ് ചെയ്യണം. അവന്മാരാണ് അവിടെ പൊളിഞ്ഞ് അണ്ടം കയറി നിൽക്കുക. അതെ. വക്കച്ചൻ, എനി ബ്രേക്ക് ത്രൂ? പോൾ ജോസഫ് സാർ ഡീസൽ അടിക്കുന്ന പമ്പ് ലൊക്കേറ്റ് ചെയ്തു. ദാമോദരൻ പിള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുഡ്. പമ്പിൽ പിള്ള അന്വേഷിച്ചപ്പോ അദ്ദേഹം കന്യാകുമാരി ഡയറക്ഷനിലാണ് സ്ഥിരമായി പോകുന്നതെന്ന്. ഒരിക്കല് മാർത്താണ്ഡം വരെ പോകാൻ ഒരു ഡ്രൈവറെ കിട്ടുമെന്നും അന്വേഷിച്ചു. മാർത്താണ്ഡം ഫോക്കസ് ചെയ്ത് ഒരു തറോ ചെക്ക്, എസ്പെഷ്യലി അവിടെ ഫാം ഹൗസ് ഉള്ള റിച്ച് പ്ലാന്റേഴ്സ് ആരൊക്കെയാണ്? നല്ല ഹോട്ടലുകളൊന്നും ഇല്ലാത്ത മാർത്താണ്ഡത്ത് എല്ലാ ഞായറാഴ്ചയും പോൾ ജോസഫ് പോകണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഫാം ഹൗസിലേക്ക് ആവാനാണ് സാധ്യത. തപ്പിയെടുക്കാം സർ. He is smart, quite smart. ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ, വളരെ വേഗത്തിൽ എന്നിലേക്കെത്തി.
ദുർഗ പ്രസാദ്. താനിങ്ങനെ അവന് സ്തോത്രവും പറഞ്ഞുകൊണ്ടിരുന്നറിയാ. തന്റെ അടിവേര് അറുത്തെടുത്ത് ഹെർബൽ മിക്സ് ഉണ്ടാക്കി കോടതി കൊണ്ടുപോയിക്കോ അവൻ. എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് അവനെ അറിയില്ല. സാഹിബ്, എന്നെ മാത്രമായി ദുർഗ പ്രസാദിന് ഈ കേസിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. യു ആർ ദെയർ വിത്ത് മീ ഇൻ എവരിതിങ്. ചാല സ്ഫോടനത്തിലും ഹോം സെക്രട്ടറിയുടെ കൊലപാതകത്തിലും ഞാൻ ഇൻവോൾവ് ആകുന്നതിനേക്കാൾ പഞ്ചുണ്ട് മലബാർ ലീഗിന്റെ നേതാവ് ബീരാൻകുട്ടി സാഹിബിന്റെ പങ്കാളിത്തത്തിന്. 100 മില്യൺ യൂറോയുടെ ആസ്തി മൂല്യമുള്ള ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ വിശേഷണമുണ്ടെങ്കിലും മാധ്യമങ്ങൾക്കറിയാം ഞാൻ പിശകാണെന്ന്. They know I'm just a swindler. പക്ഷേ പൊതുപ്രവർത്തകനായ സാഹിബ് അങ്ങനെയല്ല. കേസിൽ കുടുങ്ങിയാൽ വലിയ നഷ്ടമുണ്ടാകും. 2 സ്വപ്ന വർഷങ്ങൾക്കപ്പുറമുള്ള മന്ത്രിപദം. വരട്ട് വേണ്ട സ്കറിയ. ഇതിലും വലിയ പേമാരി വന്നപ്പോ ഒരു തൂശനില പോലും തലയിൽ ചൂടിയിട്ടില്ലേ ഈ ബീരാൻകുട്ടി. IG ദുർഗപ്രസാദ് അവ അന്വേഷിക്കട്ടെ. വെടിമരുന്നിന്റെ മണം പിടിച്ച് എന്റെ വീട്ടുമുറ്റത്ത് വരെ അവൻ വരട്ടെ. എനിക്ക് വേണ്ടി കുറ്റസമ്മതം നടത്തി കീഴടങ്ങി കോടതിയിൽ പോകാൻ കുറെ കുണ്ടന്മാരെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഞാൻ അവിടെ. സാഹിബ് വിചാരിക്കുന്ന അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. കേരളത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ മിലിറ്റന്റ് ഓപ്പറേഷനിലാണ് നമ്മളിപ്പോ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഇറ്റ്സ് എ ഡു ഓർ ഡൈ ഗെയിം. Wrong. We do. Others die. യാസർ ഷാ എവിടെയുണ്ട്? That's taken care of. അയാൾ എവിടെയുണ്ടെന്നത് എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. അത് താൻ തന്നെ അറിഞ്ഞാ മതി. അവനെ പോലൊരു തീവ്രവാദിയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നത് എനിക്ക് ജിഹാദിനോടുള്ള കൂറുകൊണ്ടൊന്നുമല്ല. താൻ പറഞ്ഞില്ലേ എന്റെ 2 വർഷം ദൂരത്ത് നിൽക്കുന്ന അധികാരം, അതിനെ എന്റെ കൈക്കുമ്പിളിൽ എത്തിച്ചേരുന്ന 2 ശക്തികൾ, മതധ്രുവീകരണവും സമ്പത്തും. അത് 2 ഉറപ്പാക്കാനാണ് ഞാൻ ഈ കളിയിൽ തന്നോടൊപ്പം ഉള്ളത്. Done. Terrorism is a great business deal. സാഹിബിനുള്ളത് സാഹിബിന്, കമ്മീഷണർക്കുള്ളത് കമ്മീഷണർക്ക്, സ്കറിയയ്ക്കുള്ളത് ലോക സമാധാനത്തിന്. മുജീബ്, മുജീബ്, നീ എപ്പോഴും കമ്മീഷണറുമായി കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവണം. ടീക്കേ? അതിന്റെ കോണ്ടാക്റ്റിൽ ഒരു നമ്പർ മാത്രമേ ഫീഡ് ചെയ്തിട്ടുള്ളൂ. ആ നമ്പറിൽ എന്നെ വിളിക്കുക, ഈ ഫോണിൽ നിന്ന് മാത്രം. So that is confirmed. പോൾ ജോസഫും സ്കറിയ സക്രിയയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. We have concrete proof. അതൊട്ടും അങ്ങോട്ട് ടാലിയാവാത്തൊരു ബന്ധമാണല്ലോ സാറേ. കറയില്ലാത്ത പോൾ ജോസഫ് സാറും കറ തീർന്ന കള്ളനായ സ്കറിയയും ഹവാല തൊട്ട് തീവ്രവാദം വരെയുള്ള ഒരു ഹൈ പ്രൊഫൈൽ ക്രിമിനലാണ് അവൻ. പോൾ ജോസഫിന് മറ്റൊരു മുഖമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പ്. എല്ലാ ഞായറാഴ്ചയും മാർത്താണ്ഡത്തുള്ള സ്കറിയയുടെ ഗസ്റ്റ് ഹൗസിൽ അവർ സന്ധിക്കുമായിരുന്നു. കൂട്ടത്തിൽ കമ്മീഷണർ വിജയഭാസ്കർ. മാർത്താണ്ഡത്ത് സ്കറിയ ഈ അടുത്തിടെ വാങ്ങിയ 3000 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് പോൾ ജോസഫിനും കമ്മീഷണർക്കുമുള്ള ഗിഫ്റ്റ് ആണെന്ന കാര്യം ഉറപ്പാണ്. സർ, പോൾ ജോസഫ് സാറിന്റെ ഫോൺ കോൾ റെക്കോർഡ്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കോളുകൾ നോക്കിയാട്ടെ. Interesting, very interesting. So let's zero in on Scaria Sacria. സൂക്ഷിക്കണം സാറേ, ഇടതും വലുതും ഒരുപോലെ സ്വാധീനമുള്ളവനവൻ. കൂടാതെ ബുദ്ധിജീവികളും പത്രക്കാരും അവന്റെ ഒപ്പമുണ്ട്. മുറ്റു പാർട്ടിയാണ്. അതല്ലേ അതിന്റെ ത്രിൽ. വെറുതെ വാതിലിൽ മുട്ടി വിളിക്കാനല്ല, ഇടിച്ചു നിരത്താനാണ് നമ്മൾ പോകുന്നത്. And there the fun begins. യാസിർ, ദുർഗ പ്രസാദ് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. It's not safe if you remain close to me. Phone calls വേണ്ട. ठीक है, जैसा तुम ठीक समझो. We'll do that. तुम्हारा मकसद जिहाद, मेरा पैसा, loads of money. तुम बस हमारा साथ दो. I'll make you rich. I hope दुर्गा प्रसाद को ईगल के बारे में कुछ पता ना हो. No way. അവന്റെ ഓരോ നീക്കവും നിനക്ക് എത്തിച്ചേർന്ന അവന്റെ തൊട്ടടുത്തുള്ള ചാരിനെ കുറിച്ച് അവനൊന്നും അറിയില്ല. सब अल्लाह की मेहरबानी है. हम फिर मिलेंगे. I'm not sure.